ബഹുഭുജങ്ങൾ പോളിഗൺസ്, അതായത് മൂന്നോ അതിൽ കൂടുതലോ വശങ്ങളുള്ള ക്ലോസ്ഡ് ഫിഗർ. അതായത് ഇതല്ല, തുറന്നിരിക്കുന്നതാണ്, അടഞ്ഞ ഫിഗർ. അപ്പം മൂന്നോ അതിൽ കൂടുതലോ വശങ്ങളുള്ള ക്ലോസ്ഡ് ഫിഗറിനെ ബഹുഭുജങ്ങൾ എന്ന് പറയുന്നത്. 3 വശമുള്ള ത്രികോണം, 4 വശമുള്ള ചതുർഭുജം, 5 വശമുള്ളത് പഞ്ചഭുജം പെന്റഗൺ, 6 വശമുള്ളത് ഹെക്സഗൺ, 7 വശമുള്ളത് സെപ്റ്റഗൺ, 8 വശമുള്ളത് ഒക്ടഗൺ, 9 വശമുള്ളത് നാനഗൺ, 10 വശമുള്ളത് ഡെക്കാഗൺ. അങ്ങനെ പോകുന്നു. വശങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അങ്ങനെ പോകുന്നു. വശങ്ങളുടെ നീളങ്ങൾ തുല്യമായിട്ടുള്ള ബഹുഭുജത്തിന് സമബഹുഭുജം എന്ന് പറയുന്നു. പഞ്ചസമബഹുഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, ചതുർഭുജം, അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ വശങ്ങൾ തുല്യമായാൽ അതിന് റെഗുലർ 6 വശങ്ങളുള്ള ഹെക്സഗൺ സമഷഡ്ഭുജം, അതായത് 6 വശങ്ങളും തുല്യമായാൽ അതിന് റെഗുലർ ഹെക്സഗൺ അല്ലെ സമഷഡ്ഭുജം എന്ന് പറയുന്നു. റെഗുലർ ഹെക്സഗൺ. അങ്ങനെ വശങ്ങൾ തുല്യമായിട്ടുള്ളതും വരാം, വ്യത്യസ്തമായിട്ടുള്ളതും വരാം.